കണക്ക് പാസ്സാക്കാമെന്ന് കൈയടിച്ച് പാസ്സാക്കിയാൽ അത് ഒഫീഷ്യലാവും. ഓക്കെ. ഇനി ഇതിൻ്റെ റിപ്പോർട്ട് അവതരണമാണ്. അത് സംഘടനയുടെ സെക്രട്ടറി ശ്രീ ബിജു നെല്ലിക്കോട് പോയിലിനെ അത് അവതരിപ്പിക്കുവാൻ ക്ഷണിക്കുന്നു. ഗുരുമാർഗം പ്രകാശ സഭയുടെ 3ാം വാർഷിക റിപ്പോർട്ട് 2023-2024. ഗുരുവിശരണം 2023 മാർച്ച് 19. ഗുരുമാർഗം പ്രകാശ സഭയുടെ വാർഷിക പൊതുയോഗം 19/3/2023 പ്രസിഡന്റ് ശ്രീ ശശി ഉദയഭാനുവിൻ്റെ വസതിയിൽ ശാന്തി നികേതനിൽ വെച്ച് കൃത്യം 10:45 തുടങ്ങി. ഗുരുവന്ദനത്തോടെ ആരംഭിച്ച യോഗത്തിൽ ശ്രീ ബിജു നെല്ലിക്കോട്ട് പൊയിലിൽ ഗുരുവാണി വായിച്ചു. ശ്രീ ആനന്ദ് ആർ കന്യാകുമാരി സ്വാഗതം പറഞ്ഞു. തുടർന്ന് സംഘടനയുടെ രക്ഷാധികാരി ആയിരുന്ന ശ്രീ പ്രേമചന്ദ്രൻ വൈദ്യരുടെ നിര്യാണത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവന് ഗുരുവിൽ നിന്നും എന്ത് നന്മയാണോ ലഭിക്കേണ്ടത് അത് ലഭിക്കണമേ എന്ന് അംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പ്രസിഡൻറ്റിൻ്റെ അധ്യക്ഷ പ്രസംഗത്തെ തുടർന്ന് ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി സെക്രട്ടറി ബിജു നെല്ലിക്കോട്ട് പൊയിലിൽ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വരവ് ചെലവ് കണക്കുകൾ ട്രഷറർ ശ്രീ അജിത് കുമാർ വിയും ഓഡിറ്റ് റിപ്പോർട്ട് ശ്രീ EV ആൻഡ്രൂസും അവതരിപ്പിച്ചു. റിപ്പോർട്ടും കണക്കും ഓഡിറ്റ് റിപ്പോർട്ടും അംഗങ്ങൾ ഐകകണ്ഠ്യേന പാസാക്കി. 24/10/2022 ഭരണസമിതി നിശ്ചയിച്ച പുതിയ ജനറൽ സെക്രട്ടറി സ്വാമി പത്മപ്രകാശ ജ്ഞാനതപസ്വിയെ പൊതുയോഗം ഹർഷാരവത്തോടെ അംഗീകരിച്ചു. ഇനി ഈ സംഘടന അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ സംഘടന തുടക്കത്തിലുണ്ടായിരുന്ന ഒരുപാട് പേര് പുതുവെള്ളപ്പാച്ചിലിൽ വന്നതുപോലെ ഒരുപാട് പേര് വന്നു. പക്ഷേ പല പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്തിട്ടും ഗുരു നമ്മോടൊപ്പം ഭൗതികത്തിൽ ഇല്ലാതായിട്ട് 25 വർഷം തികഞ്ഞിട്ടും ഗുരു കൊണ്ടുവന്ന ഈ ആശയത്തെ ഇവിടെ നിലനിർത്തണമെന്നും ഗുരു നമുക്ക് തന്ന പ്രസ്ഥാനത്തെ കാത്തു രക്ഷിക്കണമെന്നും നിശ്ചയദാർഢ്യമുള്ളവരാണ് ഇപ്പോഴും ഇതിൻ്റെ കൂടെ നിൽക്കുന്നത്. ഇനിയും ഇതിൻ്റെ കൂടെ ആളുകൾ എത്തിച്ചേരുവാനുണ്ട്. ഒരുപക്ഷെ ഇതിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാലാരിഷ്ടകളിൽ മനം നൊന്ത് മാറി നിൽക്കുന്നവർ ഇനിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് വേണം ഈ സംഘടനയോടൊപ്പം ചേരുവാനും സംഘടനയ്ക്ക് ശക്തി കൂട്ടുവാനും. ഇനി ഈ സംഘടനയ്ക്ക് പുതിയ ഭാരവാഹികളെ വേണം. നമ്മുടെ സംഘടനയുടെ ബൈല നിയമപ്രകാരം 12 പേരെയാണ് പൊതുയോഗത്തിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത്. 12 പേരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു, എല്ലാം 12 പേര് നോക്കിക്കോട്ടെ എന്നുള്ളതല്ല
ഈ സംഘടനയുടെ ലക്ഷ്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും കൂട്ടായി, നേരത്തെ റിപ്പോർട്ട് വായിച്ചപ്പോൾ പ്രതികരണമില്ല, കണക്ക് വായിച്ചപ്പോൾ അഭിപ്രായം പറഞ്ഞില്ല എന്ന് പറഞ്ഞത് സംഘടനാപരമായിട്ടൊരു മോശവും തന്നെയാണ്, അതൊരു പോരായ്മ തന്നെയാണ്. പക്ഷേ അതിലുപരി ചിന്തിക്കുക എന്നുള്ളത് ഈ സംഘടനയുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ സംഘടനയ്ക്ക് പുതിയ ഭാരവാഹികളായിട്ട് 12 പേര് വേണം. ആ 12 പേരെ തിരഞ്ഞെടുക്കുന്നതിന് 1-2 പേരൊക്കെ എന്നോട് പറഞ്ഞു അതിൽ പാനലായിക്കൂടെ, പാനലായിട്ടല്ലേ എടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് മനസ്സിലാക്കുന്നത് ആരോ ഒക്കെ പാനൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു പാനലുണ്ടെങ്കിൽ വായിക്കുക. അതിൽ നിങ്ങൾക്കെല്ലാം തൃപ്തികരമാണെങ്കിൽ ആ പാനലിനെ പാസ്സാക്കാം. അത് ഒരു ജനാധിപത്യ മര്യാദയിൽ തന്നെ നടക്കട്ടെ. ഇതിന് എൻ്റെ കയ്യിൽ പാനലില്ല. പാനലുള്ളവർ ആരെങ്കിലും മുന്നോട്ട് വരണം. ഇത് ഒരു പാനൽ വന്നിട്ടുണ്ട്. പുതിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ട് 12 പേരുടെ പേര് വന്നിട്ടുണ്ട്. ഒന്ന് ശശി ഉദയഭാനു, എൻ്റെ പേര് ആദ്യം വെച്ചേക്കുന്ന. അതൊന്നും കാര്യമാക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പാസ്സാക്കിയാൽ മതി. ആൻഡ്രൂ സാറ്, ആൻഡ്രൂ സാറ്, അജിത്ത് മയ്യനാട്, ബിജു നെല്ലിക്കോട് പൊയിലിൽ. അദ്ദേഹത്തിന് ഞാൻ മാറ്റി വെച്ച് ഷിബി സാറിനെ വെക്കണമെന്നായിരുന്നു ഉദ്ദേശിച്ചത്. ഷിബി സാറ് പോലീസ് സർവീസിലാണ്. അദ്ദേഹത്തിന് വീണ്ടും ഇനിയൊരു മറ്റൊരു പോസ്റ്റിലേക്ക് പോകണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞതുകൊണ്ടും കോഴിക്കോട്ട് നിന്ന് തൽക്കാലം ആളില്ല, അതുകൊണ്ട് വെച്ചതല്ല. ആദ്യകാലം തൊട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ബിജു നെല്ലിക്കോടുണ്ട്. കോട്ടയത്തു നിന്ന് സ്വാമിദാസ് ആണ് വന്നിട്ടുള്ളത്. കോട്ടയത്ത് നിന്ന് മറ്റാരും വന്നിട്ടില്ല, അതുകൊണ്ട് സ്വാമിദാസിനെ തന്നെ കോട്ടയത്ത് നിന്ന് പ്രതിനിധിയായിട്ട് വെക്കേണ്ടി വരുന്നുണ്ട്. കന്യാകുമാരിയിൽ നിന്ന് ആനന്ദം ഉണ്ട്, സതികുമാറും ഉണ്ട്. ജിതേഷ് കെ കണ്ണൂരിൽ, ജ്യോതികുമാറുണ്ട്, ശ്യാം അടൂർ. നമ്മുടെ ആ ഭാഗത്ത് നമുക്ക് ആർക്കും പ്രവർത്തനം ഇല്ലാത്തൊരു ഭാഗമാണ്. അവിടുന്ന് ശ്യാം അടൂറുണ്ട്. പിന്നെ വനിതകളും ധീരമായി നിന്ന് സംഘടനയോടൊപ്പം ചേർന്ന് പലപ്പോഴും ആണുങ്ങളെക്കാൾ നല്ല ചൂടായിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യുന്നവരുണ്ട് 2 പേര്. ഒന്ന് വിലാസിനി ചേച്ചിയും ഒന്ന് ഡോക്ടർ ബീനയും. അപ്പോൾ ഈ 12 പേരുള്ള ഈ എക്സിക്യൂട്ടീവാണ് ഇവിടെ ഒരു പാനലായിട്ട് വന്നിട്ടുള്ളത്. അത് കൈയടിച്ച് പാസ്സാക്കിയാൽ ഇത് നമുക്കതിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ സംഘടനയ്ക്ക് ഇനിയൊരു പുതിയ മുഖവും, ദിശാബോധം പഴയതാണെങ്കിലും അത് കൂടുതൽ ആർജവത്തോടുകൂടിയുള്ള ഒരു ദിശാബോധത്തോടും കൂടി പ്രവർത്തിക്കണം എന്നാണ് കരുതുന്നത്. അതിനുള്ള അവസരവും ഗുരുകാരുണ്യവും അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ സംഘടനയ്ക്ക് ഇനി മാറ്റങ്ങൾ വേണം. ഇതുവരെ ചെയ്തത് പോരായ്മ എന്നല്ല, ഇതുവരെ ചെയ്തത് കൊണ്ടാണ് ഇത്തരം വിശേഷ ദിവസങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഇത്തരം വിശ്വാസികളെ ഒരുമിച്ച് കാണുവാനും നമ്മുടെ ആ പഴയ ബന്ധങ്ങൾ പുതുക്കുവാനും നമുക്കുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും കഴിഞ്ഞത്. നമ്മുടെ എല്ലാം ആയ ഗുരുവിൻ്റെ ഗുരുമാർഗവും അതുപോലെ തന്നെ ശാന്തിഗിരി ആശ്രമവും യഥാർത്ഥ വിശ്വാസികളുടേതായി മാറ്റണം. അതിനുള്ള ഒരു കർമ്മമാണ് ഈ ചെയ്യുന്നത്. ആ ബോധം വേണം. അതുപോലെ തന്നെ ഇത്രയും നാളത്തെ പരിചയം കൊണ്ടൊരു കാര്യം പറയാണ്, ഇതിന് മാക്സിമം ഗ്രൂപ്പ് ചർച്ച, വാട്സപ്പ് ഗ്രൂപ്പ് ചർച്ച ഇല്ല എന്നുള്ളതാണ്. ഈ ഗ്രൂപ്പിനകത്ത് മീറ്റിംഗ് അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ 12 പേരെ ചർച്ച അവിടെ മതി. അതുകൊണ്ട് ഈ 12 പേരുടെ മീറ്റിംഗ് അത് ബൈലയിൽ പറയുന്ന പോലെ 2 മാസത്തിലൊരിക്കൽ കൂടണമെന്നാണ്. ഇത് കേരളത്തിലെ കണ്ണൂർ തൊട്ട് കന്യാകുമാരി വരെയുള്ള ആൾക്കാരുണ്ട്. അവർ എവിടെ മീറ്റിംഗ് നടത്തിയാലും അവിടെ കൃത്യമായിട്ടെത്തണം. 2 തവണയിൽ കൂടുതൽ മീറ്റിങ്ങിന് ഹാജരാകാതിരുന്നാൽ വ്യക്തമായ കാരണം സംഘടനയെ ബോധിപ്പിക്കണം.
ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ മാറ്റി പകരം ആളിനെ എടുക്കേണ്ടി വരും. ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട 12 പേരാണ് ഇവർ. ഇവരെടുക്കുന്ന തീരുമാനമാണ് ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ 12 പേർക്കും കിട്ടിയ അവസരം അതൊരു ഗുരുകാരുണ്യമാണ് എന്ന് സ്വയം വിലയിരുത്തി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യകരമായ ചർച്ചയിലൂടെ ഉണ്ടാകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്. കന്യാകുമാരിയിൽ അദ്ദേഹത്തെയും ശ്രീ ആനന്ദിനെയാണ് ഉൾപ്പെടുത്തിയത്. അദ്ദേഹം എന്ന് പറഞ്ഞു അദ്ദേഹത്തിനെ മാറ്റണം, അദ്ദേഹം ജില്ലയുടെ ചാർജെങ്കിലും നോക്കി ഉറപ്പായിട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്, ശ്രീ പ്രസാദിനെ വെക്കണമെന്നാണ്. അങ്ങനെ ഒരു ചേഞ്ച് നിങ്ങളെല്ലാം കൂടി അംഗീകരിച്ചാൽ ഞാനത് പാസ്സാക്കി വിടാം. ഒന്ന് കൈയടിക്കുക. അങ്ങനെയല്ല, അതിനകത്ത് വേറൊരു സാങ്കേതികത്വമുണ്ട്. ഇത് എഴുതിക്കൊണ്ട് വന്നതിന് ശേഷമാണ് ഞാനത് മനസ്സിലാക്കിയത്. ഞാൻ പറയാം, ഇതിപ്പോൾ നമ്മൾ ആത്മബന്ധുക്കൾ മാത്രമേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ഒരു സാങ്കേതികത്വം പറയാം. അവർ നേരത്തെ പ്രസംഗിച്ചപ്പോൾ നേരത്തെ പറയുന്നുണ്ട് അവർ കോബ്രദേഴ്സാണെന്ന്, അനിയനും ചേട്ടനുമാണെന്ന്. അപ്പോൾ അതിനെക്കാട്ടി അവർ രണ്ടുപേരെയും നമ്മൾ കളയുന്നില്ല. ഒരാളെ പോസ്റ്റ് മാറ്റി പകരം വേറൊരാളെ ആ പോസ്റ്റ് വെക്കുന്നതേ ഉള്ളൂ. അങ്ങനൊരു ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഇത് രണ്ടും എൻ്റെ വിഷയമല്ല. എനിക്ക് വന്ന് പാസ്സാക്കിയതിന് ശേഷമാണ് ഇത് വന്നത്. ഏകദേശം അതിന് വലിയ കുഴപ്പമില്ലാത്ത ഒരു പാനലായിരുന്നു വായിച്ചത്. പക്ഷേ അതിനകത്ത് ഇവിടെ നിന്ന് തന്നെ ഒരു അഭിപ്രായങ്ങൾ വന്നപ്പോൾ നമ്മൾ ചിലരെ വരുത്തേണ്ടി വന്നു. അത് ഓക്കെ, അത് പൊതുയോഗം നമ്മൾ വിശ്വാസികളെല്ലാം കൈയടിച്ച് പാസ്സാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ വേറൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. ഞാനതിനകത്ത് 2 സ്ത്രീകളെ മനഃപൂർവ്വം ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിച്ചതാണ്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. കാരണം വിലാസിനി ചേച്ചിയുടെ ഒറ്റ കഴിവുകൊണ്ടാണ് കോട്ടയത്തൊന്ന് 5-6 പേരെ കാണാൻ പറ്റിയത്. അതിൻ്റെ റിസൾട്ട് നമുക്ക് വന്നു തുടങ്ങിയില്ല, പക്ഷേ താമസിക്കാതെ വരും. അതുപോലെ തന്നെ കണ്ണൂരൊരു മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് വിലാസിനി ചേച്ചിയാണ്. വിലാസിനി ചേച്ചിയെ രാപകൽ വിളിച്ച് ശല്യം ചെയ്ത് അവസാനം വിലാസിനി ചേച്ചി എന്നെ വിട്ടില്ല. ആ ചേച്ചി പറഞ്ഞു ഇവിടെ ഭയങ്കര പരിപാടി ചെയ്യുമെന്ന് പറഞ്ഞു. എന്തായാലും ഭേദപ്പെട്ടൊരു കമ്മിറ്റി കണ്ണൂർ ഉണ്ടായിരുന്നു. കോഴിക്കോട്ടേക്ക് പോകാൻ വെച്ചിരുന്ന യാത്ര പിന്നീട് അത് കണ്ണൂർ കൂടി ചേർത്ത് പോകേണ്ടി വന്നു. ആദ്യത്തെ മീറ്റിംഗ് കണ്ണൂരായിരുന്നു, പിന്നെയാണ് കോഴിക്കോട്ട് പോയി ആ മീറ്റിംഗ് നടത്തിയത്. പക്ഷേ വിലാസിനി ചേച്ചി എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് കാര്യം ചെയ്തെങ്കിലും സംഘടനാപരമായിട്ടുള്ള കാര്യത്തിനകത്ത് വിലാസിനി ചേച്ചി പുറകോട്ട് പിടിച്ചു. വിലാസിനി ചേച്ചി പറഞ്ഞു 2 മാസം കൂടുമ്പോഴുള്ള മീറ്റിങ്ങിന് വല്ലപ്പം കൂടി വന്നാൽ പോരെ, ഫോണിൽ കൂടി പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനോട് യോജിക്കത്തില്ല. എനിക്ക് മീറ്റിങ്ങിന് ആൾ അവിടെ ഉണ്ടായിരിക്കണം, അത് നേരിട്ട് സംസാരിച്ചുള്ള മീറ്റിംഗ് ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരെണ്ണം ഇട്ട് അഭിപ്രായം ആലോചിച്ച് 2 മാസം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പറയുന്ന പരിപാടി നടക്കില്ല. അത് ആക്റ്റീവായിട്ട് തന്നെ വേണം. അതുകൊണ്ട് കണ്ണൂരിൽ നിന്ന് തന്നെ മറ്റൊരാളെ എടുക്കേണ്ടി ഇരിക്കുന്നു. അതേ ഞാൻ കണ്ണൂർ അന്ന് മീറ്റിംഗ് പോയപ്പോഴത്തേക്ക് അതിനു വേണ്ട സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം ഒരുക്കി തന്ന സുനിൽ പണിക്കരെ പകരമായി ഒരു മാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾക്കെല്ലാം സൗകര്യം സമ്മതമാണെങ്കിൽ അത് കൈയടിച്ച് പാസ്സാക്കുക. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ഈ കമ്മിറ്റി നടത്തിക്കൊണ്ട് പോകും. ഇനിയുള്ള കാര്യങ്ങൾ ആ കമ്മിറ്റി തീരുമാനിച്ച് പുതിയ പ്രസിഡന്റിനെയോ സെക്രട്ടറി, ഖജാൻജി, സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, വൈസ് പ്രസിഡൻ്റൊക്കെ ആ കമ്മിറ്റി എടുക്കട്ടെ. കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് ശ്രീ എം സതികുമാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സദ്ഗുരുവേ ശരണം. ഇന്ന് നടന്ന ആദ്യത്തെ എല്ലാ സമ്മേളനങ്ങളും ഇപ്പോൾ നടന്ന ഭാരവാഹികളുടെ ഒരു തിരഞ്ഞെടുപ്പും എല്ലാ കാര്യങ്ങളും തന്നെ
വളരെ ഭംഗിയായി ഗുരുകാരുണ്യം കൊണ്ട് നടക്കുകയും അത് വളരെ കാര്യമായി അതിൽ വേണ്ടപ്പെട്ടവർ തന്നെ അതിൽ പങ്കാളിത്തങ്ങൾ ഭാരവാഹിത്വം കിട്ടുകയും ചെയ്തിരിക്കുന്നു. വളരെ ഊർജിതമായി നമ്മുടെ സംഘടന ഇനിയും മുന്നോട്ട് പോകണം. അതിനായി ഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. സമയമായി. ഞാൻ എൻ്റെ കർമ്മത്തിലേക്ക് കടക്കുകയാണ്. പ്രാർത്ഥന ഭംഗിയായി വളരെ നമ്മുടെ ഗുരുവിൻ്റെ മക്കളായ ഗുരുമഹിമ അംഗങ്ങൾ സമർപ്പിച്ചത് അവർക്കെല്ലാവർക്കും ഗുരുനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഗുരുവാണി വായിച്ച ശ്രീ രേഖാ ജ്യോതി അവർകൾക്കും ഗുരുനാമത്തിൽ എൻ്റെയും ഗുരുമാർക്കം പ്രകാശ സഭയുടെയും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സ്വാഗതം പ്രസംഗിച്ച ശ്രീ ആനന്ദ്, അദ്ദേഹം ഒരുപാട് കാര്യങ്ങളിലൂടെ പറയുകയും തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പ്രയാസങ്ങളും സന്തോഷങ്ങളും വളരെ കാര്യമായി തന്നെ ഇവിടെ അവതരിപ്പിക്കുകയും അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സംസാരിക്കുകയും ചെയ്തു. ശ്രീ ആനന്ദ് അവർകളെ എൻ്റെ പേരിലും ഗുരുമാർക്കം പ്രകാശ സഭയുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. അധ്യക്ഷൻ നമ്മുടെ പ്രസിഡന്റ് ശ്രീ ശശി ഉദയഭാനു സർ, അദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇനിയും സാറ് തന്നെ ഈ സംഘടനയുടെ, എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്, സാറ് തന്നെ ഈ സംഘടനയുടെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ബാക്കി കമ്മിറ്റി അംഗങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പറയാമല്ലോ, അത് പറഞ്ഞല്ലോ. ശശി ഉദയഭാനു സാറിനും എൻ്റെ പേരിലും ഗുരുമാർക്കം പ്രകാശ സഭയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സ്വാമി പത്മപ്രകാശ ജ്ഞാന തപസി സ്വാമി മുന്നേ തന്നെ ഈ കാര്യം ആദ്യം തന്നെ നമ്മുടെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്ത സമയത്തും സ്വാമിയുടെ തിരക്കിൻ്റെയും മറ്റു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സ്വാമി പലപ്പോഴും യാദൃച്ഛികമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഞാൻ സ്വാമിയെ വിളിക്കുകയും സ്വാമി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സ്വാമി എപ്പോഴും തിരക്കിലാണ്. സ്വാമി പല കാര്യങ്ങളുമായിട്ട് പല രീതിയിലും തിരക്കിലൊക്കെയാണ്. എന്നാലും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് വളരെ ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട്. ഇന്ന് ഗുരുമാർക്കം പ്രകാശ സഭ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത സ്വാമി പത്മപ്രകാശ ജ്ഞാനതപസിയെ എൻ്റെ പേരിലും ഗുരുമാർക്കം പ്രകാശ സഭയുടെ പേരിലും ഗുരുനാമത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. വാർഷിക കണക്ക് അവതരിപ്പിച്ച ശ്രീ അജിത് അവർകൾക്കും എൻ്റെ പേരിലും ഗുരുമാർക്കം പ്രകാശ സഭയുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. വാർഷിക റിപ്പോർട്ട് അവതരണം ചെയ്ത സെക്രട്ടറി ശ്രീ ബിജു നെല്ലിക്കോട് അദ്ദേഹത്തിനും എൻ്റെ പേരിലും ഗുരുമാർക്കം പ്രകാശ സഭയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഇവിടെ നമുക്ക് ഈ ഹാൾ അനുവദിച്ചു തന്ന വിവേകാനന്ദ കേന്ദ്ര, പിന്നെ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന 2-3 പയ്യന്മാരുടെ വളരെ ഊർജിതമായിട്ട് നമ്മുടെ എല്ലാ ഇതിനും സപ്പോർട്ടായിട്ട് കുലശേഖരത്തിൽ നിന്നും വന്ന 2-3 പയ്യന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നിന്ന് വന്ന പേരെടുത്ത് പറയാൻ പറ്റാത്ത കാരണം ഒറ്റവാക്കിൽ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി ഗുരുനാമത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. സദ്ഗുരുവേ ശരണം.